ഹായ് ഫ്രണ്ട്സ്, മീരൂസ് മീഡിയ ടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ എന്ന ചിഹ്നത്തിന് പ്രാധാന്യം നൽകുന്ന വാക്കുകളും വായനാ കാർഡുമാണ് പരിചയപ്പെടുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വാക്കുകളിലേക്ക് പോകാം. ആദ്യം നമുക്കിവിടെ കാണുന്ന വാക്ക് ചീവീട് എന്നാണ്. ഈ വാക്കിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ചീ വീട്. ചീ എന്ന് പറയുമ്പോൾ അവസാനിക്കുന്ന ശബ്ദം മനസ്സിലായല്ലോ. ഈ എന്ന സൗണ്ടാണ്. വീ, ഈ, ഇങ്ങനെയാണ് നമ്മൾ ഓരോ സ്വരാക്ഷരത്തിൻ്റെയും ചിഹ്നങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തെറ്റുകൂടാതെ വായിക്കാനും എഴുതാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള വാക്കുകളിലേക്ക് പോകാം. ഓരോ വാക്കുകൾ വായിക്കുമ്പോഴും അതിൻ്റെ സ്വരം എന്താണെന്ന് നന്നായി മനസ്സിലാക്കി വായിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്, തീക്കനൽ, വീരൻ, പീര, മീര, കീർത്തന, ചീര, ചീട്ട്, ശീലങ്ങൾ, മീശ, കീശ, ശരീരങ്ങൾ, അമീർ, ഇളനീർ, സീമ, നീര്, മീറ, മീന, ലീന, മീൻ, കണ്ണീർ. ഇനി നമുക്ക് വായനാ കാർഡിലേക്ക് പോകാം. അമീർ, കീർത്തന, സീമ, മീന, ബീന, മീര എന്നീ സുഹൃത്തുക്കളെല്ലാം ലീനയുടെ വീട്ടിലെത്തി. അവരെല്ലാവരും ചീട്ട് കളിക്കാൻ തുടങ്ങി. ലീനയുടെ വീട്ടിലെ ശീലമാണ് ആര് വന്നാലും ഇളനീർ കൊടുക്കുക എന്നത്. അതുകൊണ്ട് ലീന എല്ലാവർക്കും ഇളനീർ നൽകി. ചീട്ടുകളിയുടെ ഇടയിൽ നിന്ന് കീർത്തനയും സീമയും ലീനയും പിന്മാറി. അവർ അടുക്കളയിലേക്ക് നീങ്ങി. കീർത്തന മീൻ നന്നാക്കി. സീമ ചീര വെച്ചു. ലീന തേങ്ങയുടെ പീര കളഞ്ഞു. മീൻ നന്നാക്കി കഴിഞ്ഞപ്പോഴേക്കും കീർത്തനയുടെ കാലിൽ വേദനയും നീരും വന്നു. കണ്ണീർ കവിളത്തുകൂടി ഒഴുകാൻ തുടങ്ങി. ലീന സീമയോട് പറഞ്ഞു, അമീറിൻ്റെ കീശയിൽ പണമുണ്ട്. ചീരൂട്ടൻ്റെ അടുത്ത് നിന്ന് മരുന്ന് മേടിക്കാൻ പറയാം. അവർ അമീറിനോട് പറഞ്ഞു. അമീർ മരുന്ന് മേടിച്ചു വന്നു. കീർത്തനയ്ക്ക് കൊടുത്തു. അപ്പോഴാണ് ബീനയുടെ ദയനീയമായ കരച്ചിൽ ഉയർന്നത്. ബീനയുടെ കൺവീലിയിൽ ഒരു ചീവീടിരിക്കുന്നു. അമീർ ചീവീടിനെ കൺവീലിയിൽ നിന്ന് മാറ്റി വീടിന് പുറത്ത് കളഞ്ഞു. എല്ലാവരും അമീറിൻ്റെ ധീരതയെക്കുറിച്ച് പറഞ്ഞു. അമീർ വീരനായി മീശ പിരിച്ച് നിന്നു. ചീട്ടുകളി നിർത്തി അമീർ തീക്കനലിൽ ചീരയുടെ പുതിയ ഒരു വിഭവം ഉണ്ടാക്കി. ശരീരത്തിന് നല്ലതാണെന്നും നല്ല ശീലങ്ങൾ ജീവിത വിജയത്തിന് നല്ലതാണെന്നും അമീർ കൂട്ടിച്ചേർത്തു.
പിന്നീട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് വീടുകളിലേക്ക് മടങ്ങി. ഈ എന്ന ചിഹ്നത്തിന് പ്രാധാന്യം നൽകുന്ന വാക്കുകളും വായനക്കാർഡും ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി.